മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അടുത്തളത്തിൽ വാച്ചാൻവാർഡുമാരെ ഇറക്കിക്കൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ പ്രവേശിക്കുന്നത് പോലും തടയാൻ, മുദ്രാവാക്യം വിളിക്കുന്നത് പോലും തടയാൻ, ന്യായമായ പ്രതിഷേധം ഉയർത്തുന്ന പോലും തടയാൻ ശ്രമിച്ച സ്പീക്കർ മാത്രമല്ല മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? മന്ത്രിമാരിറങ്ങി ഭീഷണിപ്പെടുത്തുന്ന, കയ്യേറ്റത്തിന് ശ്രമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനെല്ലാം ന്യായീകരിക്കുകയാണ്. ഇന്ന് ചീഫ് മാർഷൽക്ക് ഒരു പരിക്കും ആരും ഏൽപ്പിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയാം. അത് പിന്നീട് സഭ നിർത്തിവെച്ചതിന് ശേഷം സ്പീക്കർ ചേംബറിൽ പോയി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇല്ലാത്ത ഒരു കേസ് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. ചീഫ് മാർഷൽക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് അത് ചൂണ്ടിക്കാട്ടി. അവസാനം ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ പരിക്കുമില്ല, മർദ്ദനവുമില്ല, കേസ് തന്നെ ഇല്ലാതായി. ഇന്ന് ഞങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ അപ്പുറത്ത് മന്ത്രിമാരായിരിക്കുന്നവരാരാണ്? ശിവൻകുട്ടിയെ ഇരുത്തിക്കൊണ്ടാണ് സ്പീക്കർ ഞങ്ങൾക്കെതിരെ ഈ തെറ്റായ നിലപാട് സ്വീകരിച്ചത്. കെ.എം. മാണി സാറ് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരള നിയമസഭയിൽ അരങ്ങേറിയ ഏറ്റവും പ്രതിഷേധാർഹമായ നിലപാടുകൾ, ജനാധിപത്യത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തീരാ കളങ്കമായി നിൽക്കുന്ന നടപടികൾ എല്ലാവരും കണ്ടതാണ്. സ്പീക്കറെ ഡയസിൽ കയറുന്നു, കസേര മറിച്ചിടുന്നു, സ്പീക്കറെ തടയുന്നു, വാച്ചാൻ വാർഡിനെതിരെ അക്രമമുണ്ടാക്കുന്നു, മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വരുന്നു, ഭരണകക്ഷി MLA-മാരുടെ ഡെസ്കുകളിൽ ചവിട്ടിക്കയറി അന്ന് നൃത്തമാടിയ ആ ആളുകളാണ് ഇന്നിപ്പം ഞങ്ങൾക്കെതിരെ ഈ വാളോങ്ങുന്നത്. അതിന് വിലയില്ല. ആ മന്ത്രിമാർക്കെതിരെ, ഇന്നത്തെ മന്ത്രിമാരായിരിക്കുന്നവർ, കഴിഞ്ഞ ഗവൺമെൻറ്റിൽ മന്ത്രിമാരായവർ, അവർക്കെതിരെ പോലീസ് ചാർജ് ചെയ്ത കേസുണ്ടല്ലോ, ക്രിമിനൽ കേസ്. അവർ നിയമസഭയുടെ കമ്പ്യൂട്ടർ തകർത്തു, മൈക്ക് തകർത്തു, കസേര മറിച്ചിട്ടു, മേശയിൽ ചവിട്ടിക്കയറി നൃത്തമാടി. ഇതെല്ലാം ശിവൻകുട്ടി മുണ്ട് മാടിക്കെട്ടി മടക്കി കുത്തി. ശിവൻകുട്ടി അവിടെ നടത്തിയ പ്രഹസനങ്ങൾ എന്തായിരുന്നു, നാടകങ്ങൾ എന്തായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ. അതിനെതിരെ നിൽക്കുന്ന ക്രിമിനൽ കേസുണ്ട് തിരുവനന്തപുരത്തെ കോടതിയിൽ. ആ കേസിൽ കോടതികളിൽ അപേക്ഷ കൊടുത്തു. ആ കേസ് ഞങ്ങൾ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് തന്നെ കക്ഷി ചേർന്ന് അപേക്ഷ കൊടുത്തെങ്കിൽ പോലും സുപ്രീം കോടതിയിൽ പോയി പരാജയപ്പെട്ട് നിൽക്കുന്നവരാണ്, വിചാരണ നേരിടുന്നവരാണ്, പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരാണ്. ശക്തമായൊരു പ്രതിഷേധമുയർത്തി ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കട്ടുകൊണ്ടുപോയ പ്രതികളെ പിടിക്കണം. പോലീസ് ഇപ്പോഴും നടപടി സ്വീകരിച്ചിട്ടില്ല. പ്രതികൾ ആരെന്നറിയില്ല, സ്വർണം എവിടെ പോയി എന്നറിയില്ല, എത്ര സ്വർണം പോയി എന്ന് കണക്കില്ല. ഇന്നിപ്പോൾ ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുകയാണ്, കഴിഞ്ഞ കാലത്തെ എന്ന് പറഞ്ഞാൽ LDF-ന്റെ കാലത്തെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളാണ് ഉത്തരവാദികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് പകുതി കണ്ടെങ്കിലും മന്ത്രി ശരിവെക്കുകയാണ്. വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയുടെ വ്യക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളുണ്ട്. ഇത് കേരളത്തിലെ ഈശ്വര വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ശബരിമലയിൽ സ്വർണം നഷ്ടമായിരിക്കുന്നു, കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വർണം മാത്രമല്ല, അവിടുത്തെ പൂജാവസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോയി സ്വർണത്തിൻ്റേത് മാറ്റി ചെമ്പിൻ്റേത് വെച്ചത് വിശ്വാസത്തെ തന്നെ, ആചാര അനുഷ്ഠാനങ്ങളുടെ പാരമ്പര്യത്തെ, വിശ്വാസ സമൂഹത്തിൻ്റെ എല്ലാ താല്പര്യങ്ങളെയും ഹനിക്കുന്നതാണ്, വ്രണപ്പെടുത്തുന്നതാണ്. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇന്ന് പത്തനംതിട്ടയിൽ പ്രതിഷേധ സംഗമമാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യുന്ന ശക്തമായ പ്രതിഷേധ സംഗമമാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധ ജാലകൾ ഇന്ന് സംഘടിപ്പിക്കുന്നു. 14-ാം തീയതി മുതൽ ജാഥകൾ സംഘടിപ്പിക്കുകയാണ്. പ്രമുഖ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന ജാഥകൾ സംഘടിപ്പിക്കുകയാണ്. 18-ാം തീയതി പന്തളത്ത് ഈ ജാഥകളെല്ലാം ചേർന്ന് ഞങ്ങളുടെ അതിശക്തമായ സംസ്ഥാന തല പ്രതിഷേധം ഒരിക്കൽ കൂടി ആളിക്കത്തിക്കുകയാണ്. വിശ്വാസ സമൂഹം ഞങ്ങൾക്ക് ഒപ്പമുണ്ട്. ഗവൺമെൻറ്റും ഭരണകക്ഷിയും വലിയ പ്രതിസന്ധിയിലാണ്. അവരാണ് പ്രതിക്കൂട്ടിൽ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സ്പീക്കറെ കരുവാക്കി കളിക്കുന്ന ഈ കളികൾ ഞങ്ങൾ നിയമത്തിൻ്റെ മുൻപിലും ജനകീയ കോടതിയുടെ മുൻപിലും ചോദ്യം ചെയ്ത് പരാജയപ്പെടുത്തും. ഞങ്ങളുടെ ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതുവരെ നമുക്കറിയാം, സഭയിലുണ്ടായിരുന്നല്ലോ, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. നിങ്ങളെ എല്ലാം കാണിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ സഭാ TV എന്ന ഒരു പ്രഹസന പരിപാടിയുടെ പേരിൽ. അതുവരെ ആർക്കും പരാതി ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു മർദ്ദനം നടന്നാൽ കാണില്ലേ? ഒരു പരിക്ക് പറ്റിയാൽ അതിൻ്റെ വേദന അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസം പ്രകടിപ്പിക്കില്ലേ? സഭ നിർത്തിവെച്ച് പോയി അവിടെ എന്തോ കൂടി ആലോചന നടത്തി, അതിനുശേഷം വന്ന് പൊടുന്നനവെ പ്രഖ്യാപിക്കുകയാണ് പരിക്കേറ്റുന്നു അല്ലെങ്കിൽ ദേഹോദ്രം ഏൽപ്പിച്ചു. അതാണ് ഞങ്ങൾ പറഞ്ഞ
ആലോചന അല്ലെങ്കിൽ ഗൂഢാലോചന. അതിന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് ഗൂഢാലോചന. ആണ് ഇങ്ങോട്ടാ പരിക്കേൽപ്പിച്ചത്. ഞങ്ങള് പ്രസിഡന്റ് പറഞ്ഞോട്ട് ഞങ്ങള് ജനാധിപത്യത്തില് പ്രതിഷേധം നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളെയാണ് അവർ ഇങ്ങോട്ട് കയറി തള്ളുകയും ഞങ്ങളൊരു ബലമായി മാറ്റുകയൊക്കെ ചെയ്ത്. അല്ല, ഞങ്ങളാരും ചെയ്തതല്ല. ഞങ്ങളൊക്കെ വളരെ ജനാധിപത്യ രീതിയിൽ വളരെ സംയമനത്തോടെ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുക. അവിടെ ഈ വാച്ച് ആൻഡ് വേർഡ് ഞങ്ങളെയാണ് ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സഭയിൽ കാര്യമായ ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഭരണപക്ഷം ഉയർത്തുന്ന. ഇന്നലെ മുഖ്യമന്ത്രി സംസാരിക്കുന്ന അടക്കം കേൾക്കാൻ നിൽക്കാതെ KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സഭയിൽ ന്യായമായ പ്രതിഷേധങ്ങൾ മാത്രമാണ് MLA നടത്തിയത്. സ്പീക്കറുടെ ഗൂഢാലോചനയാണ് ഇപ്പോഴുണ്ടായ നടപടിക്ക് പിന്നിൽ. ചീഫ് മാർഷലിന് പരിക്കേറ്റിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് KPCC അധ്യക്ഷൻ